സുഖല്ലേ മൂന്നേർക്കും? സുഖം, സുന്ദരം, ശാന്തം, ശാന്തം. ഇന്ന് മെനു ഡേ കണ്ടല്ലേ? ആ. യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യകയെ പോലെയുണ്ട്. എംജിണ്ടെങ്കിൽ അങ്ങനെ തോന്നിയല്ലോ. എനിക്കതിൽ സന്തോഷമുണ്ട്. ശരിയാട്ടോ, കുറച്ച് ആടുകളൊക്കെ മുമ്പിൽ ഇങ്ങനെ മേച്ച് കിടക്കണം, അത് വേണം. സന്തോഷമായി എനിക്ക്. പുറകിൽ ഇങ്ങനെ വടിയൊക്കെ പിടിച്ച്. പക്ഷെ ആദ്യം ഗ്രീക്ക് ദേവത എന്നാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ പെട്ടെന്ന് കഥയിലേക്ക് ആടൊക്കെ വന്നല്ലോ. പിന്നെ കുടിഞ്ഞാട്ടം പറഞ്ഞ രക്തരക്ഷസാണെന്ന്. ഇപ്പൊ പറയണു ഇടയ കന്യകയാന്ന്. ഇനി കുറച്ച് വീണ്ടും മാറും. ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിക്കണമല്ലോ. ഗ്രീക്ക് സുന്ദരി തന്നെ ആക്കിയേക്കാം. ഗ്രീക്ക് സുന്ദരി മതി. ഗ്രീക്ക് സുന്ദരി. സന്തോഷം. ആര്യ ചേച്ചിനെ ഇനി എന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. എനിക്ക് വേണ്ട. ഞാൻ സെറ്റ്. രണ്ടുപേരും ശരിക്കും നോക്കി. നമ്മൾ മൂന്നുപേരും മാച്ചിങ് ആണല്ലോ ഒന്ന്. അത് ശരിയാ. 3 പേരോ? പല ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ. ശരി, സമ്മതിച്ചു. വളരെ നല്ലൊരു സ്വഭാവമാണ്. ഈ നല്ലൊരു സ്വഭാവത്തോടു കൂടി നമുക്ക് പാട്ട് കേട്ടാലോ? വിളിക്കട്ടെ മതങ്ങൾ? വിളിക്കണം. അടുത്ത പാട്ട് കേൾക്കാൻ ധൃതിയാവുന്നുണ്ടോ? പിന്നെ ഒരു മെലഡി സോങ് കേൾപ്പിച്ചുതരാം. എല്ലാവർക്കും കൊതി വരുന്ന കാര്യമാണ് മെലഡി കേൾക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ടോപ്പ് സിംഗറിൽ മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ജഗത് കുട്ടൻ എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹായ് ജഗത്. നല്ല ബേബി പിങ്ക്, ഒരു പൂക്കി ജഗത്. നന്നായിട്ടുണ്ട്, അടിപൊളി. ജഗ്ഗു, എന്തോ കഴിഞ്ഞ ദിവസത്തെ ആ ഫാമിലി റൗണ്ട് ഇപ്പോഴും മായുന്നില്ല കേട്ടോ. 1 1 2, പക്ഷെ 2 എന്ന് പറയുന്നത് ഒന്നാണ്. നിങ്ങൾ നമ്മൾ രണ്ടും ഒന്നാണ്. ലക്ഷ്മി ചേച്ചിയുടെ കരവിരുതുകള്. രസമായിരുന്നു അത്. നല്ലൊരു ഫൺ മൊമെന്റ് ആയിരുന്നു. കാര്യത്തിൽ അല്പം കളിയായിരുന്നു. ഇനി കളിയിൽ അല്പം കാര്യം. എന്താണ് ഇന്നത്തെ പാട്ട്? ദേവസന്ധ്യ ഗോപുരത്തിൽ. രവീന്ദ്ര മാസ്റ്റർ അതായത് അവസാനം ചെയ്ത സിനിമ കളഭം. ഞാനും പാടിയിട്ടുണ്ട് ഇതിലൊരു പാട്ട്. മുഴുവനും രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്തതല്ല, പല്ലവി കമ്പോസ് ചെയ്തിരുന്നു. പിന്നെ ബാക്കിയുള്ളത് സാജന ചെയ്തത്, മാഷിന്റെ മോൻ. അതെ അതെ. ഈ ജഗ്ഗു ഉണ്ടല്ലോ, ജഗ്ഗു അവിടെ റെക്കോർഡിങ് വന്നില്ലേ, അപ്പോഴാണ് അവന്റെ ഇന്റലിജൻസ് ഞാൻ മനസ്സിലാക്കി കേട്ടോ. ആ കോമ്പോസിഷന്റെ ഓരോ ഭാഗങ്ങളും അവൻ ഇങ്ങനെ അവിടെ ഇരുന്ന് കേട്ടിട്ട് അവൻ പറയണം ഇത് കലക്കും, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കും, അവനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. അപ്പൊ ഭയങ്കര ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഇനി ചിരിച്ചോണ്ടിരിക്കും. താങ്ക് യു പറയാൻ വേണ്ടി പറഞ്ഞല്ലേടാ. എഴുതിയത് എസ് രമേശൻ നായർ സാർ, പാടിയത് ദാസ് സാർ. വർഷം 2006. Yes, all the best. Thank you. All the best. Thank you.
സ്വരം പാടുമോ ശ്രുതി ചേർക്കുമോ ജതി സ്വരം പാടുമോ ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ചെവിയോർക്കുമോ നിൻ സ്വരം കേൾക്കുമോ ചെവിയോർക്കുമോ നിൻ സ്വരം കേൾക്കുമോ ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ശാന്തമീ വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. ടോപ്പ് ബാൻഡ്, സൂപ്പർ. ജഗ്ഗു, ജഗ്ഗുവിനെ പറ്റി ഇതിലൊരു വരിയുണ്ട്, അത് ഇതാണ്. ശാന്തമീ വേളയിൽ സൗമ്യനാം ഗായക. യെസ്. എന്നിട്ട് നിക്കണ നോക്കിയാ വെളിയിലൊക്കെ കുറുമ്പനാണെങ്കിൽ ഇവിടെ ഭയങ്കര സൗമ്യനാണ് അല്ലേ? കുറുമ്പ എനിക്ക് അറിയാട്ടാ കയ്യിലിരിപ്പൊക്കെ, ഞാനും കേട്ടോ നല്ല വികൃതിയാന്ന്. പക്ഷെ ഇവിടെ സൗമ്യനായ ഗായകനാണ്. ആ സൗമ്യനാം ഗായക എന്ന് പാടിയതാണ് ഈ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇപ്പൊ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരി പാടിയത്. അത് സുന്ദരമായിരുന്നു. യെസ്, യെസ്, അതിസുന്ദരം, അതിസുന്ദരമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ദേവസന്ധ്യ സംഗതി രണ്ടാമത് വരുന്നത് അത് കൊള്ളാമായിരുന്നു. കൊള്ളാമായിരുന്നു, കൊള്ളാമായിരുന്നു. രണ്ടുള്ള കൊള്ളമല്ല, കൊള്ളാമായിരുന്നു. പക്ഷെ എനിക്ക് ജനിക്കും മുമ്പേ എന്തോ പ്രശ്നം പറ്റിയ പോലെ തോന്നി. ജനിക്കും മുമ്പേ പ്രശ്നമോ? ആ, പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അല്ല, പാട്ട് പാടിപ്പോ തുടങ്ങിയ കാര്യം ജഗ്ഗു ജനിക്കുന്നതിന് മുമ്പല്ല കാര്യമുള്ള അല്ല, ആ കാര്യമില്ല പറഞ്ഞേ. പാട്ടിൽ അനുപല്ലവിയില്ലേ? ജനിക്കും മുമ്പേ അത് കറക്റ്റ് മായിൽ വന്നിക്കണം. മുമ്പേ ഏഴു സ്വരങ്ങളും ജാതകമെഴുതിച്ചു തന്നു. അത് ഓക്കെ, ക്ലാരിറ്റി ആ സംഗതികളിൽ കുറച്ചും കൂടെ വരാനുണ്ട് ചില സ്ഥലങ്ങളിൽ. പിന്നെ തുണ്ട് പല്ലവിയില് വേറൊരു സംഗതിയല്ലേ, ദേവസന്ധ്യ. ഇപ്പൊ അത് കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ നന്നാക്കിയാലും സാരമില്ല, നന്നാവല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നാവില്ലല്ലോ, അതുകൊണ്ട് നന്നാക്കണം.
പിന്നെ എൻഡ് വന്ന് നിന്നത് സസ്റ്റെയിൻ ചെയ്യണ്ടേ? ചാരു ചന്ദനമേടയിൽ. അത് കുറച്ച് Yes. നീട്ടി ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? ഇല്ല. ഇല്ല. അത് ക്രിമിനൽ കുറ്റമാണോ? അല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇഷ്ടപോലെ നിർത്താലോ. ആ. അത് വേണം. അബ്രപ്റ്റ് ആയിട്ട് നിർത്താൻ പാടില്ല. പിന്നെ പാടിയ ഗീതം പാതിയിൽ നിർത്തി, അങ്ങനെ നിർത്താൻ പാടില്ല. പാടിയ ഗീതം ഫുള്ളായിട്ട് പാടിയിട്ടേ നിർത്താൻ പാടില്ല. അപ്പൊ ഒന്നുകൂടെ അത് പാടി. പാടിയ ഗീതം. ആ, ഗീതം. അവിടെ ശബ്ദം കുറച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അത് കുറച്ച് ആ. സ്ട്രെയിൻ ആണ്. ശബ്ദം മാറുന്നതിന്റെ ആണത്. അത് നേരത്തെ യൗവനം പാടിയപ്പോഴും അത് വന്നു. അതെ, യൗവനത്തിലുണ്ടായിരുന്നു. അത് യൗവനത്തിലോട്ട് പോകുന്നതിന്റെ ചില അതെ. സിഗ്നൽസ് ആണത്. അവന് ശബ്ദം ചെറുതായിട്ടൊന്ന് ചേഞ്ച് മാറാനായിട്ടുള്ള ചെയ്ത് തുടങ്ങി. ഒരു ലാഞ്ചന തുടങ്ങിയിട്ടുണ്ട് യെസ് യെസ് കേട്ടോ. അത് സാരമില്ല. ഇനി പുരുഷ അത് ശബ്ദത്തിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോ വെള്ളി വരാൻ പാടില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്ത് വരാൻ പാടില്ല? വെള്ളി. ജഗത്തൂട്ടാ, എന്തോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ പാട്ട് ഈ സെലക്ട് ചെയ്തത്, താങ്ക് യു. പാടിയതും. ഇപ്പൊ പറഞ്ഞ പോലെ ശാന്തമി വേളയിൽ സൗമ്യനാം ഗായക നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ശ്രുതി ചേർക്കുമോ ജതി സ്വരം പാടുമോ, ശ്രുതി ചേർക്കുമോ ജതി സ്വരം. ജതി തരറ. ജതി സ്വരം yes. പാടുമോ, ആ. ശ്രുതി ചേർക്കുമോ ജതി സ്വരം യെസ് യെസ്. പാടുമോ. അപ്പൊ ജതിയുടെ നോട്ട്. പിന്നെ മണ്ണിൽ എന്ന് പാടിയില്ലേ, മഴ തന്നെ നേരത്തെ ഒരു അനുപല്ലവി. മണ്ണിൽ താര മണ്ണിൽ 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 മണ്ണിൽ. മണ്ണിൽ. യെസ്, അതിന്റെ ക്ലാരിറ്റി കേട്ടോ. Okay. കാകളി മൂളിയതാരോ, കാകളി മൂളിയതാരോ. അത് ശ്രുതിയിലായിരുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് ഡയപ്രഷൻ. ബാക്കി MJ പറഞ്ഞു. ശബ്ദം മാറി തുടങ്ങിയിട്ടുണ്ട്. ആ മാറുന്ന ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പരിഭ്രമിക്കരുത്, വിഷമിക്കരുത്, ധൈര്യപൂർവ്വം മുമ്പോട്ട് ഇതിന്റെ അപ്പുറം പോവുക. എന്ത് കേക്കണോ ഇതെല്ലാം കഴിഞ്ഞു വന്നവരാണ് ഞങ്ങളെല്ലാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഓക്കെ, ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ദേവസന്ധ്യ. നെക്സ്റ്റ്. ഗോപുരത്തിൽ. ആ യെസ്, യെസ്, കറക്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ, സൂപ്പർ. താങ്ക് യു. മിടുക്കനായിട്ട് പാടി കേട്ടോ. Thank you. മിടുക്കനായിട്ട് പാടി. എനിക്കിന്ന് മൊത്തത്തിൽ ആ പാട്ടിനെ വളരെ മെച്ചുവർ ആയിട്ടാണ് നമ്മുടെ ജഗത് കുട്ടൻ അതിനെ അപ്രോച്ച് ചെയ്തത് എന്ന് ഫീൽ ചെയ്തു. നല്ല രസമായിട്ട് പാടി. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുത്ത് നന്നായി പാടിയതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. താങ്ക് യു. പിച്ചിന്റെ ചെറിയ ഇഷ്യൂസ് തോന്നി. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു പിച്ചിന്റെ ഇഷ്യൂ. ബാക്കിയൊക്കെ MJ സാറും മധുചേട്ടനും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ നല്ല ക്ലാരിറ്റി വന്നു തുടങ്ങുന്നുണ്ട്. വോയിസിന് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. വോയിസിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഹസ്കി ടോൺ മാറി. ഹസ്കി ഗ്രെയിനി ടോൺ. ആ ഒരു ഗ്രെയിനി ടോൺ മാറിയിട്ട് കുറച്ചും കൂടെ ഒരു ഗ്രെയിനിയും കൂടി കൂടിയതാ. അതെ, നോയ്സ് ആൻഡ് ഗ്രെയിൻസ്. ഓക്കെ, യെസ്. അപ്പൊ ജഗത്കുട്ട, എന്തോ. അതാണ് എനിക്ക് മൊത്തമായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. മിടുക്കനായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗത് കിഷോർ ചന്ദ്രശേഖര അഥവാ ജഗു. എന്തോ. ഈ പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രവീന്ദ്ര മാസ്റ്ററിന് ഒരു വലിയൊരു ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു പാട്ടിലൂടെ കൊടുത്തിരിക്കുകയാണ്. ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് രാജമണി ചേട്ടൻ, മ്യൂസിക് കമ്പോസർ രാജമണി ചേട്ടനാണ്. അപ്പോൾ രവീന്ദ്ര മാസ്റ്റർ ഇന്നില്ല, രാജമണി ചേട്ടനും ഇല്ല. പിന്നെ ഇത് എഴുതിയിരിക്കുന്ന മഹാപണ്ഡിതനായിട്ടുള്ള എസ് രമേശ്. യെസ്, അദ്ദേഹവും ഇല്ല. അപ്പൊ അവർക്ക് മൂന്നുപേർക്കും ഉള്ളൊരു ട്രിബ്യൂട്ട് കൂടെയാണ്. അതെ. അപ്പൊ ജഗുവിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97.5 on 100 today. താങ്ക് യു. പൂക്കൾ പൊന്നലുക്കിടുമീ പല്ലവി പാടിയതാരോ, പാടത്തെ കിളികൾ കലപില. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Tata, good night. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് മെലഡി സോങ്ങുമായിട്ടാണ് വരാൻ പോകുന്നത്. അതെ, ആ പാട്ടല്ലേ? ഏത് പാട്ട്? മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ. ഞാൻ ഉദ്ദേശിച്ച മുത്തേ മുത്തേ അങ്ങനെ അല്ല. കേട്ടിട്ടുള്ളത് ഇങ്ങനെ അല്ലല്ലോ. ആ, മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ. അല്ല ഈ പാട്ട് എങ്ങനെ കേട്ടാലും ഇതെന്നെ എന്റെ അമ്മയുടെ ഫേവറേറ്റ് പാട്ട്. മുത്തേ മുത്തേ അല്ല കിങ്ങിണി മുത്തേ. അല്ല. മുത്തേ മുത്തേ. അതെ,
കിങ്ങിണി മുത്തേ. അതെ അതെ അതാണല്ലേ? അതാണ് അതാണ് ഇത് എന്റെയും ഞാനും അമ്മയും എന്റെ എപ്പോഴും എന്റെ മോളെ പറ്റിയുള്ള പാട്ടാണോ? അതെ 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 ഞാനും അമ്മയും എപ്പോഴും കേൾക്കുന്ന എന്റെ പാട്ടാണ്. മീനുട്ടിയെ പറ്റിയുള്ള പാട്ടാണോ? യെസ് അതാരാണ് ഇവിടെ പാടാൻ പോകുന്നത്? അത് പാടാനായിട്ട് ഇവിടെ അനുഷ്ക കുട്ടി വരാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. ആഹാ, നല്ല ഉഗ്രം പച്ച കളറാണല്ലോ. നല്ല രസമുണ്ട് കാണാൻ. ഒരു വെറൈറ്റി പച്ച തത്തപ്പച്ച കളർ അല്ലേ? അല്ലേ? അതെ. തത്തപ്പച്ച. ആയിരിക്കും. ആയിരിക്കാം. ആ പച്ചത്തത്തായിരിക്കും. പക്ഷെ ഇത് മധു അങ്കിളും എം ജെ അങ്കിളും ഏകദേശം സെയിം. സെയിം. ഞാനും വേറൊരു അതും ടൈപ്പ് വേറൊരു ഗ്രീനാ. ഞങ്ങൾ ഏതൊരു പച്ചയുടെ ഫാമിലിയാ. പക്ഷെ സൗന്ദര്യം ആർക്ക് കൂടുതൽ? എനിക്കാണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ അതെ. ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ? ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ആ അനുഷ്ക പറയട്ടെ, കേക്കട്ടെ. അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ള കേക്കട്ടെ. ഇല്ല. എന്നാലും ഒന്ന് പറ. മധു അങ്കിൾ. എന്താ എനിക്കോ? മതങ്ങള് നാടായി. ഞാനും വന്ന് ഇതൊരു സെൽഫ് കോൾ ആയിപ്പോയല്ലോ. അയ്യോ, പ്രതീക്ഷിക്കുകയേ Self ചെയ്തില്ല call. ആക്ച്വലി. അതെ അതെ അതെ. ഇല്ല, ഞാൻ വിചാരിച്ചു അനുഷ്ക കുട്ടി ഇപ്പൊ ഡിപ്ലോമാറ്റിക് ആവുമായിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചേ. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഉടുപ്പ് കൊള്ളാട്ടോ, അതെ, എനിക്ക് ഉടുപ്പ് ഒത്തിരി നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല കളറ്. സുന്ദരി, അമ്മയാണോ ഡിസൈൻ? Of course, വെരി അതായിരിക്കും. ഗുഡ് വെരി ഗുഡ്. സ്വാഭാവികം. മുടിയുടെ പുറകിലൊക്കെ കുറെ സംഭവം കാണും. തിരിഞ്ഞെടുക്ക. ആഹാ, ഓ, വെറൈറ്റി ആയിട്ടാണല്ലോ ഇത് വന്നേക്കണേ. ഗഡിയെ. ഗഡി, ഏതാ പാട്ട്? മുത്തേ മുത്തേ. ആ അതാണല്ലോ. yes. അപ്പൊ details. ഡീറ്റെയിൽസ്. മ്യൂസിക് ശ്യാം ധർമ്മൻ സാർ, ലിറിക്സ് വയലാർ ശരത് ചന്ദ്രവർമ്മ സാർ, പാടിയത് സുജാത മാം. മൂവി കാണാ കൺമണി, ഇയർ 2009. ഇതിൽ കുറെ നല്ല പാട്ടുകളുണ്ട്. ശ്യാം ധർമ്മന്റെയും അതുപോലെ വയലാർ ശരത്തേട്ടന്റെയും. ഞാൻ വയലാറേട്ടൻ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെയാണ്, നമ്മുടെ വയലാറേട്ടന്റെ പാട്ടാണ്. അപ്പൊ അസലായിട്ട് പാടണേ. ഇത് ശ്യാമും പാടിയിട്ടുണ്ടല്ലേ ഒരു മെയിൽ വേർഷൻ ആ, ഉണ്ട്, ഉണ്ട്. അല്ലേ? ശ്യാം അസലായി പാടും. Duet version. വേർഷൻ ഉണ്ട്. അതെ 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 അതെ. യെസ്. അപ്പൊ എന്നാ നമുക്ക് കേട്ടാലോ? അതെ. തുടങ്ങാം. Yes. All the best. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
Beautiful, വെരി നൈസ് beautiful. വെരി നൈസ് വെരി നൈസ്. അനുഷ്ക് എന്തോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. ഈ പാട്ട് കേൾക്കുമ്പം ഈ മൂവി ഓർമ്മ വരും. ഈ മൂവിയില് കുറെ പേടിപ്പിക്കുന്ന സീനുണ്ട്. ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പെട്ടെന്ന് ആ കുട്ടി വന്ന് പുറകിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഞെട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ ഈ പടം? ഇല്ല, കണ്ടില്ല. കണ്ടിട്ടില്ല അല്ലേ? കാണണം. നല്ല നല്ല രസമാണ്. ഒരു കുറച്ചൊരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു Yes, yes, yes. പ്രേതപടം. ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇതിലത്തെ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. നല്ല എന്താ പറയാ, നല്ല കോൺഫിഡൻസോട് കൂടെ പാടി അനുഷ്ക കുട്ടി കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഓവറോൾ തോന്നിയത് ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു മൊത്തത്തിൽ. അത് ഈ പാട്ട് ഇപ്പൊ ഡ്യുവറ്റ് ആയിട്ടുണ്ട്, അല്ലാണ്ടും പാടിയിട്ടുണ്ട്. അപ്പൊ ഡ്യുവറ്റ് ആയിട്ട് പാടിയിട്ടുള്ളതാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പൊ അതില് എന്താ പറയാ, ഡ്യുവറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ആ ഒരു ബ്രെത്ത് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ അനുഷ്ക കുട്ടി കുറച്ച് ഹസ്കി ആയും കൂടെ പാടുമ്പോഴത്തേക്ക് കൂടുതൽ ബ്രെത്ത് ലോസ് വരുന്നു. എന്നിട്ട് ചെറുങ്ങനെ ഇങ്ങനെ ശ്വാസം കുറച്ച് കുറവായിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്തു. മെയിനായിട്ട് എനിക്ക് തോന്നിയത് പിച്ച വെക്കും കൺമണിയെ എൻമീഴി തന്നിലെ കൃഷ്ണമണി നീ, അത് ഫുൾ ഫ്രേസ് വരുന്നുണ്ടല്ലോ പല്ലവിയില്. അപ്പൊ ആ പോർഷനൊക്കെ കുറച്ച് ബ്രെത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നി കേട്ടോ. പിന്നെ അതിന്റെ കൂടെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ദേ ഇങ്ങനെ കൈ പോകും, ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ഇങ്ങനെയും വരും. അത് ദേഹ്യമുണ്ട്. ദിയ അതിന്റെ കൂടെ ഒന്ന് ചെരിയും ചെയ്യും, ഇങ്ങനെ ദിയ ഇങ്ങനെ പോവും ചെയ്യും, കാലും പുറകോട്ട്. പക്ഷെ അനുഷ്കിന് അതില്ല, ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സാധനം. അതെ, അതൊരു രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. നല്ല കറക്റ്റ് പിച്ച് ചൂസ് ചെയ്തിട്ടുണ്ട്. ആ താഴെ ആയാലും മേളിലായാലും ആ റേഞ്ച് കറക്റ്റ് ആയിട്ട് അനുഷ്ക ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കോസ്റ്റ്യൂം, നല്ല ശബ്ദം. പിന്നെ എന്താ, പുതിയ ഘട്ടത്തിലെത്തിയിട്ട് അടുത്ത പടയോട്ടത്തിന് റെഡിയാണല്ലേ? അത് കേൾക്കാനുണ്ടോ പാട്ടില്? കേട്ടോ, നന്നായി പാടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഉണ്ണിയേട്ടൻ ഉൾപ്പെടെ 4 പേരും നമ്മളെപ്പോഴും സ്ട്രെസ് ചെയ്തതും നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതൊരു മ്യൂസിക് കോമ്പറ്റീഷൻ എന്നുള്ളതിന് ഉപരിയായിട്ട് ഒരു മ്യൂസിക് കണക്ഷൻ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ മ്യൂസിക് കണക്ഷൻ എങ്ങനെ വരും എന്നുള്ളത് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം അനുഭവിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് അനുഭവിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു പാട്ടൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ തന്നെ അത് സ്വയം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് പാടിക്കൊടുക്കുമ്പോൾ അവർക്കും അതേ അനുഭവം അവർക്ക് അനുഭവവേദ്യമാവുന്നത്. അപ്പൊ അത് നന്നായിട്ട് ഉരുത്തിരിയുന്നുണ്ട് നമ്മുടെ അനുഷ്കിന്റെ കാര്യത്തിൽ. അത് പോസിറ്റീവാണ്. താങ്ക് യു സർ. ഇതൊരു താരാട്ട് പാട്ടാണല്ലോ, അപ്പൊ ഇതിൽ സംഗതികളും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു കാഴ്ചയിൽ ഒരു താരാട്ട് പാട്ടെന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഈ സംഗതികളൊക്കെ നമ്മൾ എങ്ങനെ പാടണം എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, കൂടുതൽ സംഗതി പാടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുഞ്ഞ് എണിക്കും അല്ലേ? ഇപ്പൊ സംഗതിയില്ലേ, നല്ലൊരു ഓമൽ വാവയെന്ന് പാടില്ലേ? അപ്പൊ വാവയെടുത്താണ് പറയണത്. അവിടെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ നമ്മൾ അത് എത്ര വോളിയം കൊടുക്കും? അതൊന്ന് പഠിക്കേ. അത് വരുമ്പോഴത്തേക്കും വാവ അയ്യോ എന്നെ വിളിച്ചോ. ആ സംഗതി തന്നെയാണ്. അത് സോഫ്റ്റ്വെയർ ആയിട്ട് വേണം. അപ്പൊ സംഗതി ആ നോട്ട്സ് സ്ലിപ്പ് ചെയ്യാനും പാടില്ല. ആ നോട്ട്സ് വരികയും വേണം, അതേസമയം അത് ഹസ്കി ആയിട്ട് പാടുകയും വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മോള് പാടിയതിൽ ചില ഭാഗങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ചിപ്പിയാണി അമ്മ എന്ന് ആദ്യം പാടിയില്ലേ, അത് നല്ല ഭാവം ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ പല ഇടങ്ങളും ഉണ്ട്. എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീ അല്ലേ. അത് പക്ഷേ ഇതിപ്പോ എനിക്ക് തോന്നിയത് ഒരു പാട്ടുമായിട്ട് ഒരു ഉഗ്രവനത്തിന്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഒരു സംഗതികളുടെ ഒരു ഡെൻസ് ഫോറസ്റ്റിനകത്തോട്ട് നമ്മൾ ഒരു താരാട്ട് പാട്ടിനെ തള്ളിവിട്ട എന്തായിരിക്കും, അതുപോലുള്ളൊരു ഫീലുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഡെൻസ് ഫോറസ്റ്റ് ആക്കരുത്. ഇതിങ്ങനെ ഒരു ചാറ്റൽ മഴ പോലെ ഈ പാട്ട് പാടപ്പെടണം. അതാണ് സുചിച്ചി പാടിയതിന്റെ ഒരു പ്രത്യേകത. പറഞ്ഞു മനസ്സിലായോ? ഈ സംഗതികളൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ആ ടീസാണ്. ഉറങ്ങിക്കോ കുഞ്ഞുറങ്ങിക്കോ, ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ വാവേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ ഇത്തരം പാട്ടുകളിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചാൽ മാത്രമേ അത് എത്തേണ്ട രീതിയിൽ എത്തുള്ളൂ.
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കുഞ്ഞുറങ്ങുള്ളൂ. ഓക്കെ, ഉറക്കണം കേട്ടോ. ഓക്കെ. അനുഷ്ക കുട്ടി എന്തോ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു പിന്നെ ശബ്ദത്തെ പറ്റി പ്രത്യേകിച്ച് ഇനിയും പറയേണ്ട കാര്യമില്ല, പറഞ്ഞു മടുത്തു. അതെ, ബ്യൂട്ടിഫുൾ വോയിസ് അതെ, ആണ്. ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു. ഇപ്പൊ MJ ഞങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. ആദ്യത്തെ പിച്ച വയ്ക്കും കൺമണിയെ, ആ. അതിന്റെ ആ സംഗതി കുറച്ചൊന്ന് ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി. പിന്നീട് ഒക്കെ ഏകദേശം ഓക്കെ ആയി, അതൊക്കെ ഓക്കെ ആയി. ആദ്യത്തെ തവണ മാത്രം സംഗതിയില്ലേ ഒരു ബ്രെത്ത് അതെ, ഫുള്ളായിട്ട് ബ്രെത്ത് ഇല്ല. പിച്ച വയ്ക്കും കൺമണിയേ, അത് ഇപ്പോഴും വേണം, ഇപ്പോഴും. യെസ്, അപ്പൊ അത് ആദ്യത്തെ മാത്രം ഒന്ന് സ്ലിപ്പ് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. Thank you, sir. നന്നായിട്ടുണ്ട്. താങ്ക് യു. അനിയത്തി കുട്ടിക്ക് പാടി കൊടുക്കാറുണ്ടോ ഈ പാട്ട്? ആ, പാടി കൊടുക്കാറുണ്ട്. നേരത്തെ തന്നെ കേൾക്കാറുണ്ടോ ഈ പാട്ട്? ഇല്ല, ഇതിനു പക്ഷെ വേണ്ടി പഠിച്ചാണോ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ എപ്പോഴും പാടിക്കൊണ്ടിരുന്നു പാട്ട്. ആണല്ലേ? ആണോ? ഞാൻ പറഞ്ഞില്ലേ Yes. എന്റെ അമ്മ അങ്ങനെയാന്ന്. മാർക്കറിയാം അല്ലേ ഇനി? ഓക്കെ. അപ്പോ അനുഷ്ക്, എന്തോ ഇന്നത്തെ അനുഷ്കിന്റെ മാർക്ക് 98 ഔട്ട് ഓഫ് 100. അപ്പൊ അനുഷ്ക കുട്ട, നമ്മുടെ പുതിയ റൗണ്ടാ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ പ്രിപ്പയർ ആണ് കേട്ടോ. എപ്പോഴും ചെയ്യുന്നതിനെ കഴിഞ്ഞും ഒരു ഇച്ചിരി കൂടുതൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. ബൈ, ഗുഡ് നൈറ്റ്. MJ അങ്കിൾ, Yeah. നമ്മുടെ മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് ഇവിടുത്തെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാൾ എത്താൻ പോവാണ്. ഒരു വലിയ ചേച്ചി, ഒരു വലിയ ചേച്ചി. രസമുണ്ട്. മൈ ഡിയർ, വലിയ ചേച്ചി രസമുണ്ട്, നല്ല Yes. രസമുള്ള ഒരാളാ വരുന്നത്. മൈ ഡിയർ മൈഥിലി. യെസ്, നമ്മുടെ മൈഥിലി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. ഹായ്. ഇന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതെ, താങ്ക് യു. നാടൻ പെൺകുട്ടി. എന്താ ഈ വേഷത്തിൽ വന്നതിന്റെ രഹസ്യം, ഉദ്ദേശം? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ആ. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഊബറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോ കാറിലൊരു പാട്ട് കേട്ടു. അപ്പൊ നല്ല രസമുണ്ടെന്ന് തോന്നി. ആഹാ. നല്ല സംഗതികളൊക്കെ ഉള്ളൊരു പാട്ട് ആ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഹും. എന്നിട്ട് ഇവിടെ പുതിയ റൗണ്ടിൽ നമ്മളെ പാട്ട് സെലക്ട് ചെയ്യല്ലോ. ഉം. അപ്പോ ഞാനിങ്ങനെ ഗ്രൂമേഴ്സിനോട് പറയാൻ വരുമായിരുന്നു എനിക്ക് ഈ പാട്ട് വേണമെന്ന്. അതിന് മുമ്പ് അവരെനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നു. ആഹാ. അതാണ് ഈ ഓ. പാട്ടാണോ ആ ഈ പാട്ട്? പാട്ടാണോ ഇത്? ആ, ഓ, അത് ശരി. കോയിൻസിഡൻസ് ഉള്ള അതെ, ഒരു അതെ, അതെ, ഭയങ്കര- അതെ, ഇത്രയായിരം കോടിക്കണക്കിന് പാട്ടുകളുള്ള ഈ ലോകത്തുനിന്ന് ഒരു പാട്ട് മൈഥിലി കുട്ടിക്ക് കേട്ട് ഇഷ്ടപ്പെട്ടു. അതെ, ആ പാട്ട് തന്നെ സെലക്ഷൻ കിട്ടുകയും സെലക്ഷൻ ആയി. ചെയ്തു അപ്പൊ ഇത് പാടാൻ വേണ്ടി. തകർക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. Yes. അതെ. അല്ലേ, ഞങ്ങളുടെ വിശ്വാസം അതാണ്. ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ കിട്ടി, അതൊരു കോയിൻസിഡൻസ് ആയിട്ട് അതെ. സംഭവിച്ചു. അപ്പൊ അതൊരു നിമിത്തായിരിക്കും അല്ലേ, ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ആയിരിക്കും. നമുക്ക് അതെ. നോക്കാം. ഏതാ പ്ലാനിങ് ഉള്ള പാട്ട്? കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ. കല്യാണി ഐ മുല്ലേ. മുല്ലേ. ആ, ഉം. അതെ, കൊള്ളാട്ടോ, നല്ല പാട്ടാണ്. കൈതപ്രം സാർ. ആ. ബാക്കി ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഉം. സിനിമ കൈക്കുടന്ന നിലാവ്. ഉം. വർഷം 1998. പാടിയത് ചിത്രാമ്മ. ഇതിൽ രസമുണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് കൈതപ്രം സാറും ഗിരീഷേട്ടനും ഒന്നിക്കുന്ന ഒരു പാട്ടാണ്. രണ്ടുപേരും ആ. ലിറിസിസ്റ്റ് അപാര ആണ്. ലിറിസിസ്റ്റുകൾ. അതെ, രണ്ടുപേരും അതെ, അതെ. രണ്ടുപേർക്കും ഒരുപാട് സംഗീതം. ഗാനരചയിതാക്കളാണ്. ഗിരീഷേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉണ്ട്. ഉണ്ടോ? പിന്നെ ഞാൻ പാടിയിട്ടുണ്ട്. ആ, ഉണ്ടോ? പിന്നെ ആ. ഡിവോഷണൽ സോങ്സ്. ആഹാ. പക്ഷെ ഗിരീഷേട്ടൻ അസലായിട്ട് പാടുമായിരുന്നു കേട്ടോ. അതെ, അതെ. ഒരു രക്ഷയില്ലായിരുന്നു. ഉഗ്രനായിട്ട് പാടും. അതുപോലെ കൈതപ്രം സാറ് സൂപ്പറായിട്ട് പാടും. കച്ചേരി എല്ലാം അതെ, പാടും. അതെ, അതെ. Yes. അപ്പൊ അങ്ങനെ രണ്ട് ലെജൻസിന്റെ ഒരു ചേർച്ചയാണ്, കൂട്ടായ്മയാണ് ഈ Yes. പാട്ട് അല്ലെ. അപ്പൊ ഒരു തെറ്റുമില്ല ഊബറിൽ ഇരുന്ന് ഇങ്ങനെ ഡിസൈഡ് ചെയ്യാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്. മധുരം മധുരം വചനം മധുരം മധുരാധിപതേ അഖിലം മധുരം. മധുരം മധുരം വചനം മധുരം മധുരാധിപതേ അഖിലം മധുരം. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണിത്തൈ മുല്ലേ. കറുകപ്പൂ പാടത്തെ കുറുവാലിപ്പൈക്കളെ കസ്തൂരിമാൻ കുരുന്നേ. കാണാൻ ചേലുള്ള കണ്ണിൽ മൈ
വെരി നൈസ്. ആനന്ദം ഒഴുകി വന്നു, ആനന്ദ ഭൈരവികൾ നിറഞ്ഞു. ഇനി എന്ത് വേണം മൈതു? ഈ സംഗതി എന്ന് പറയുന്ന കാര്യത്തിനെ അതിന് ഫീലിംഗ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? മെക്കാനിക്കലായി പോകും. സംഗതി ജിമ്മിൽ പോയ പോലെ ഇരിക്കും. ഡംബൽസ് ഒക്കെ പിടിച്ച് അതാണ് സംഗതി. പ്രോട്ടീൻ കഴിച്ചാൽ എന്ത് സംഭവിക്കും? നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. സംഗതിക്ക് നല്ല മസിൽ വരും. മസിൽ വെച്ചാൽ സംഗതി നന്നാവുമോ? ഇല്ല. ഫീലിംഗ് വേണോ മസിൽ വേണോ? മസിൽ വേണോ ഫീലിംഗ് വേണോ? ഫീലിംഗ്. രണ്ടും വേണം. രണ്ടും വേണം. പക്ഷെ ഫീലിംഗ് അവിടെ ഇല്ലെങ്കിൽ വെറും ജിംനാസ്റ്റിക്സ് ആയി പോകും അല്ലേ? അപ്പൊ ഇന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, യു ആർ കൺവേയിങ് ദ ഫീലിംഗ് ദാറ്റ് ദർ ഇസ് എ ഫീലിംഗ്.
അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സംഭവമാണ്. ആ സംഗതിയിലൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. യെസ്, ഇതെങ്ങനെ മൈതു ഹൗ അതെനിക്ക് ഈ ഇതെങ്ങനെ സാധിക്കുന്നു? പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ നന്നായിട്ട് മനസ്സ് വെച്ചങ്ങ് പഠിച്ചു. അപ്പോ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇഷ്ടപ്പെട്ട് പാടി കഴിഞ്ഞാൽ അതിൽ കഷ്ടപ്പാടില്ല എന്നാണ്. കഷ്ടപ്പെട്ട് പാടിയാൽ അതിൽ ഇഷ്ടപ്പാടില്ല. ഒരുപാട് മുത്തുകളുണ്ട് ഇങ്ങനെ പെറുക്കിയെടുക്കാനായിട്ട്. നീല യമുന എന്ന് പാടില്ലേ, സഭാഷായിരുന്നു. മഞ്ഞിഴ അങ്ങനെ പാടിയില്ലേ, മഞ്ഞിളം വെയിൽ. സഭാഷായിരുന്നു. താങ്ക് യു. എനിക്ക് ആകെ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാൽ, പ്രശ്നം എന്ന് പറയാനില്ല, എന്നാലും എന്തോ എന്നുള്ള പോലെ എനിക്ക് തോന്നിയത്, അത് ക്ലാരിറ്റി വരാത്തത് 2 ചരണങ്ങളുടെയും എൻഡിലുള്ള ടെയിൽ പീസാണ്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പാടി കേൾപ്പിക്കാമോ? ആ നീല യമുന, ഈ യമുനയാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അതിന് ഫീൽ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടി. യാ. കുളിരു പടരുന്നോ, കുളിരു പടരുന്നോ. ആ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നുകൂടെ എന്തോ ഒരു ടെൻഡർനെസ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് കുളിരു പടരുന്നോ, അത് കുറച്ചും കൂടെ സൈലന്റ് ആണെങ്കിലാണ് അത് ബ്യൂട്ടിഫുൾ. കുളിരു പടരുന്നോ. അത്രയും മതി. യെസ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ വേറൊരു, നമ്മൾ അതുവരെ പാടി വന്നിട്ടേ ഒരു സൈലൻസ് കൊടുക്കുന്ന, ആ മ്യൂസിക്കിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ്. അപ്പൊ അതൊക്കെ മോള് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കാണാനൊന്ന് ഭയങ്കര ചെയ്യലാണ്. എന്തൊരു ചെയ്യലാണ് പാട്ടിനോ, എന്തൊരു ചെയ്യലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാ, ഈ ആനന്ദ ഭൈരവി കേൾക്കുമ്പോഴത്തേക്കും ദേവരായ മാസ്റ്ററുടെ ഒരു ഇന്നോവേഷൻ ഞാൻ ഇങ്ങനെ ഓർക്കാണ്. അതായത് ഈ ആനന്ദ ഭൈരവിയും നീലാംബരിയും കൂടെ ചേർത്ത് അദ്ദേഹം ആനന്ദാംബരി എന്ന് പറഞ്ഞ ഒരു രാഗം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. മധുവിന് അറിയാമായിരിക്കും. അതെങ്ങനെ വെച്ചാ, പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്നു പോലുള്ള മനസ്സ്, അങ്ങനെ ഒരു പാട്ട് ഭയങ്കര രസമാണ്. അതിൽ ഈ 2 രാഗങ്ങളുടെയും ഒരു മിശ്രണം കാണാൻ പറ്റും. അത് ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അതും ഈ 7/8 പിന്നെ എന്റെ ഫേവറേറ്റ് രാഗങ്ങളിലൊന്ന് ആനന്ദ ഭൈരവി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കാനുണ്ട് ആ ഇഷ്ടം. ശരിക്ക് MJ സാർ പറഞ്ഞ പോലെ ആ ഫീൽ ഇങ്ങനെ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു പാട്ടിന് ഫുള്ള് മൈഥിലിക്കുട്ടി അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ എനിക്ക് എന്തൊരു കൺട്രോളാ, ആ കൺട്രോൾ ഉണ്ട് ആ പാട്ടിന്റെ മേളില്. മൈഥിലിക്കുട്ടിക്ക് കൺട്രോൾ ഉണ്ട്, മനസ്സിലായി. അത് പ്രോഗ്രസ് ആണ്, മൈഥിലിക്കുട്ടിക്ക് ഉണ്ടായ പ്രോഗ്രസ് ആണ്. അത് ടോപ്പ് സിംഗറിൽ കിട്ടിയിട്ടുള്ള ആ പ്രോഗ്രസ് ആണ്. അതിനാണ് ഏറ്റവും അധികം ഞാൻ ഇന്ന് ഈ വേദിയിൽ വെച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തത്. പിന്നെ ഇതിന്റെ വരികൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പം, മഞ്ഞളം വെയിൽ കാത്തു നിൽപ്പൂ മഞ്ഞളാടയുമായി, ആ ഒരു ഇമേജ് നമുക്ക് ഇങ്ങനെ കിട്ടുക, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അത് മൈഥിലിക്കുട്ടി അതിന്റെ ഫീൽ ഉൾക്കൊണ്ട് പാടി കേട്ടോ. എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, അനുപല്ലവിയ. അനുപല്ലവിയില് ആണോ, എനക്കും ഉനക്കും ഉங்களுക്കും കനകമാലകൾ, ആ ഭാഗമല്ലേ ഇഷ്ടപ്പെട്ടത്? യെസ്. അവിടെ മൈഥിലിക്കുട്ടിയുടെ വോയിസ് ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ഭംഗി, ഒരു മിന്നായം കാണുകയും ചെയ്തു, മിന്നായം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം അവിടെ ഒരു മൈഥിലിക്കുട്ടിയുടെ ആ ശബ്ദം അവിടെ കേൾക്കാൻ വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എന്ത് നല്ല പ്രോഗ്രസ്. എനിക്ക് ആ പ്രോഗ്രസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അത് മൈഥിലിക്കുട്ടിയുടെ മെച്യൂരിറ്റി ആ പാട്ടിലും കേൾക്കാനായി, ആ രാഗത്തിന്റെ ആ ഒരു ബ്യൂട്ടി മൈഥിലിക്കുട്ടി ഇവിടെ കൊണ്ടുവരികയും ചെയ്തു കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മൈഥിലിക്കുട്ടി ആനന്ദ ഭൈരവി പഠിച്ചിട്ടുണ്ടോ? രാഗം ഏതെങ്കിലും കീർത്തനങ്ങള് നമ്മുടെ ജിൻസ് പഠിപ്പിച്ചു തന്നിരുന്നോ? ഇല്ല, അത് ഞാൻ 3 കീർത്തനെ പഠിച്ചിട്ടുള്ളൂ. ഇനി പഠിക്കാൻ പോവാ. എന്തോ ഒരു പ്രത്യേക താല്പര്യം ഈ രാഗത്തോടുണ്ട്, അതുകൊണ്ടാണ് ആ പാട്ട് ഇഷ്ടപ്പെട്ടത്, രാഗത്തിലുള്ളത്. അപ്പൊ എന്തായാലും ആ ഇഷ്ടപ്പെട്ട് പാടിയതിന്റെ ഒരു ഗുണം കണ്ടു. മാത്രല്ല കുറച്ച് നാളുകളായിട്ട് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. നല്ല ഇമ്പ്രൂവ്മെന്റ് അതങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നുണ്ട്. ഇമ്പ്രൂവ്മെന്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജിൻസിനും ഇവിടുത്തെ ഗ്രൂമേഴ്സിനും എല്ലാം പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ മൈഥിലിക്കുട്ടി ശ്രമിക്കാതെ ഒന്നും വരില്ലല്ലോ, കഴിവ് വേണമല്ലോ, കഴിവ് വേണം, ശ്രമം വേണം. അപ്പൊ ഇതെല്ലാം ഒത്തുചേർന്നിട്ടാണ് ഈ ഇമ്പ്രൂവ്മെന്റ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് പാടിയത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കണ്ടിൽ മൂളും പാട്ടിങ്ങാൻ ദൂരെ കേട്ടോ, നാനാം തുമ്പി കുറുമ്പേ
എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയാണ്. പിന്നെ നേരത്തെ MJ അങ്കിൾ പറഞ്ഞ ആര്യൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു ഫീല്, സംഗതികളിലൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് മഞ്ഞളം വെയിൽ കാത്തു നിൽപ്പു, കാത്തു എന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നി. ആ സംഗതി അവിടുത്തെ എന്റെ വെണ്ണില ഉറഞ്ഞു ചരണത്തിന്റെ എൻഡ് അത് മറ്റേ നേരത്തെ MJ അങ്കിൾ പറഞ്ഞു കുളിര് പടരുന്നു, കുറച്ച് ഹസ്കി ആയിട്ട് കുറച്ച് നല്ല ഒതുക്കി പാടണമെന്ന് പറഞ്ഞു. അത് പാടിപ്പിച്ചപ്പോ രണ്ടാമത് പാടിപ്പിച്ചപ്പോ കറക്റ്റ് ആയിട്ട് വന്നു. ഈ വെണ്ണില ഉറഞ്ഞു എന്നുള്ളത് കുറച്ച് ശ്രുതി പ്രശ്നം എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഗ്ലും വന്നിട്ട് രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സായിരുന്നല്ലേ. മയ്യുള്ള Yes. അത് കഴിഞ്ഞിട്ട് മയ്യുള്ള കണ്ണനെ കണ്ടായോ, അവിടെ കുറച്ച് പിച്ചും കുറച്ച് അത് ഈ ഗ്ലും വന്നതിന് ശേഷം എന്തോ ഒരു അവിടെ ഒരു പെട്ടെന്ന് നിന്നിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു. അതെ, അപ്പൊ അത് മാത്രമേ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ. വേറെ ബാക്കിയെല്ലാം സൂപ്പർ ആയിട്ട് പാടി, വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ഓക്കെ, ഇനിയും വർക്ക് ചെയ്യുക, ഈ ഇംപ്രൂവ്മെന്റ് ഇപ്പൊ പാടുന്ന ആ ക്വാളിറ്റി നിലനിർത്തുക. ഓൾ ദ ബെസ്റ്റ്. മലക്കുട്ടാ, മാർക്ക് എത്ര കിട്ടും? ആയിക്കോട്ടെ, പറഞ്ഞോ. 98 ആണോ? ചാറ്റ് GPT ചോദിക്കാം ഇന്ന് എത്ര മാർക്ക് കൊടുക്കണം. ഓക്കെ, മാർക്ക് പറയുന്നതിന് മുന്നേ എനിക്ക് മധുവങ്കളുടെ അടുത്തൊരു കാര്യം ചോദിക്കണ്ടേ. എന്താ ഇത് ഈ മാർക്കൊക്കെ പറയുന്നതിന് മുന്നേ എനിക്കും മൈഥിലി കുട്ടിക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ആനന്ദ ഭൈരവിയിലുള്ള വാൽക്കണ്ണ് എഴുതി ഒന്ന് പാടിത്തരോ മധുവങ്കൾ? പാടാലോ, നമ്മളെല്ലാരും ഒരുമിച്ച് പാടാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ രാഗത്തിന്റെ പേര് പറഞ്ഞു. അതെങ്ങനെ സാധിക്കുന്നു? ഇങ്ങനെ ചോദിക്കോ? ഞാൻ പറയുന്ന ചോദിക്കോ? മധുമാമ ആനന്ദ ഭൈരവിയിൽ ഒന്ന് വാൽക്കണ്ണ് എഴുതുവോ? ആനന്ദ ഭൈരവിയിൽ ഒന്ന് വാൽക്കണ്ണ് എഴുതുവോ? എഴുതാലോ, വലിയ ഉപകാരം. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരുഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നൂപുരമുണരുകയായി വാർമുടിയുലയുകയായി നൂപുരമുണരുകയായി മംഗലപാലയിൽ ഗന്ധർവനണയുകയായി വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരുഞ്ഞാലായി തുളസി കതിരാടി. താങ്ക് യു. അപ്പൊ ചാറ്റ് GPT പറയുന്നു ഇന്ന് മല്ലുക്കുട്ടന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി നിന്യാനബേ ഓൺ 100. ഹിന്ദിയാ, ഹിന്ദി എനിക്കറിയാം, ഞാൻ പറയട്ടെ. പറഞ്ഞോ. 99. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ മൈഥിലി. ആര്യ ചേച്ചി, വെൽക്കം. ആര്യ ചേച്ചി, 2 ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പ്, അടിപൊളി ഉടുപ്പ്. അടുത്ത പ്രാവശ്യം ഇട്ടിട്ട് വരണം. നമ്മളെ ആനന്ദ ഭൈരവി പാടി ഞെട്ടിച്ച മൈഥിലി കുട്ടിക്ക് പല്ല് തേക്കാൻ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. മിടുകിയെ പാടി കേട്ടോ. എന്നാലും മീനൂട്ടി, എന്തോ മീനൂട്ടിയുടെ ഈ ആനന്ദ ഭൈരവിയിലുള്ള അഗാധമായ പാണ്ഡിത്യം ഞങ്ങളെ അമ്പരിപ്പിച്ചു. നിങ്ങൾ അമ്പരക്കണം, പക്ഷെ അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത്. മനസ്സിലായോ? അടുത്ത റൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് മീനൂട്ടിനും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു. അമ്പാരി ചേച്ചി, താങ്ക് യു. മൈഥിലി കുട്ട, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരുപാട് നല്ല നല്ല പാട്ടും പെർഫോമൻസുകളും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും നമ്മൾ പ്രേക്ഷകരെ കാണാനായിട്ട് ഇതേ സമയത്തെത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.